നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സൗഹൃദ സദസ്സുകളിൽ അദ്ദേഹം ഇല്ല, വന്നിരിക്കുന്നില്ല. എങ്ങനെയാണ് അതിന്റെ മെയിൻ്റനൻസ് അപ്പം നടക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. അതായത് സിനിമയുടെ അല്ലെങ്കിൽ മാസ്മരിക വലയത്തിന് പിടികൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫായിരുന്നു ഡെന്നിസിൻ്റെത്. പുള്ളി അല്ലാത്ത സമയത്തൊക്കെ ഈ പ്രാർത്ഥനയിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതാ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു തലങ്ങളിലുള്ള ഇതിലാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് സിനിമയുടെ അല്ലാത്തൊരു വിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ദേവേട്ട? ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ചില പടങ്ങൾ കണ്ടിട്ട് എന്നോട് ചോദിക്കും, താൻ എന്തിനാടോ ആ പടത്തിലൊക്കെ പോയി അഭിനയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കേണ്ട മോനെ എന്ന് ഞാൻ അങ്ങനെ പറയാറുണ്ട്. പിന്നെ FIR-ലാണെന്ന് തോന്നുന്നല്ലേ ദേവേട്ടൻ? FIR ഉണ്ടായിരുന്നു. അതിൽ ബറുവ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പോഴും എനിക്ക് തെലുങ്കില് ഈ തെലുങ്ക് ഓഡിയൻസിന്റെ അടുത്ത് പോകുമ്പോഴും തമിഴ് ഓഡിയൻസ് പോകുമ്പോഴും ഈ ബറുവ എന്ന ക്യാരക്ടർ എന്നെ പറ്റിയിട്ട് ആൾക്കാരോട് ചോദിക്കാറുണ്ട്. ഗിരിധർ ബറുവ എന്ന പേര്. ഗിരിധർ ബറുവ. ഈ പറയുമ്പോഴേ രഞ്ജി പണിക്കർ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കഥാപാത്രങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് ഒരു മിടുക്കാണ്. നല്ല ഓർമ്മയിൽ നിൽക്കുന്ന പേരുകൾ. ഇപ്പൊ ഗിരിധർ ബറുവ എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം മോഹൻ തോമസ് എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിയേട്ടൻ എഴുതുമ്പോൾ നമുക്ക് വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിനോട് വേണമെങ്കിൽ സമയം തോന്നാം. ന്യൂഡൽഹിയിലത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ന്യൂഡൽഹിയിലെ കഥാപാത്രമാണ്. ന്യൂഡൽഹിയിലെ കഥാപാത്രമാണ്. കമ്മീഷണർ പേരുകൾ കുറച്ചുള്ളെങ്കിലും ഈ അങ്ങനെ ഒരു എഫേർട്ട് പേരുകൾക്ക് വേണ്ടി ഇടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്? തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയും, വായിന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ കോട്ടയം വെച്ച് തന്നെ പാപ്പി അപ്പി എന്നൊക്കെ വിളിക്കുന്നത് അപ്പം പറഞ്ഞു പോയതാണ്. പേരിട്ട പേരെന്തോ അല്ല. പാപ്പി മാത്താ പോത്താ എന്നൊക്കെ അപ്പം പറഞ്ഞു പോയതാണ്. അതൊക്കെ കറക്റ്റ് പേര് ട്രാക്കിലായി. എല്ലാവർക്കും ആ ഒരു പാപ്പി മാത്തം പോത്തനൊക്കെ മറ്റേ സംഘത്തിൽപ്പെട്ട ആൾക്കാരല്ലേ? ഏതല്ല, ഉപ്പുകണ്ട പ്രദേശത്തിന്റെ ആ ഗ്രൂപ്പിൽപ്പെട്ട അതില്. അതും ഒരു അത്ഭുതമാണ്. അതായത് ഈ ഇതിലെ കഥാപാത്രങ്ങളല്ലേ ഉപ്പുകണ്ടത്തിലോട്ട്, അത് തന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്നല്ലേ കുഞ്ഞച്ചനിലെ ഈ കഥാപാത്രങ്ങളുടെ സംഘത്തിന്റെ പേര്? അത് തന്നെ. അപ്പൊ ഞാൻ ഡെന്നിസിനോട് ഇത് പറഞ്ഞു. ഡെന്നിസ് പറഞ്ഞു, അത് ഞാൻ എഴുതല്ല, ബാബു ഡെന്നിസ്, കല്ലൂർ ഡെന്നിസ് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിക്ക്, നന്നായിട്ട് എഴുതും എന്ന് പറഞ്ഞു. എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ എല്ലാ കഥകളും, ഞാൻ എടുക്കുന്ന എല്ലാ സിനിമകളുടെയും ഇപ്പൊ പറഞ്ഞ ചെയ്യാൻ പോകുന്നതിന്റെ കഥ വരെ അദ്ദേഹം നേരത്തെ കേട്ട് അവർ ആ റൈറ്റേഴ്സായിട്ട് ഇരുന്നതാണ് അന്ന്. എല്ലാ കഥയിലും പ്രായ്ക്കര പാപ്പാൻ അധികം ഡിസ്കഷൻ ഇരുന്നു, എല്ലാത്തിനും ഇരിക്കും. കാരണം ഒരാൾ നന്നാവുന്നത് ഇഷ്ടമാണ്, അത് അവർ നന്നാവണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് പലർക്കും, വളരെ കുറച്ച് പേർക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിയാണ്, വളരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും നന്നാവണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എന്നല്ല, ആരായാലും റൈറ്റർ എന്നായാലും നന്നാവണം. ഒരു പാട്ടുകാരൻ, എനിക്കൊരു PSCയുടെ മറ്റേ അവിടുത്തെ ഓഫീസുമാരിയായിരുന്നു. ഡെന്നിസിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനൊക്കെ അറിയാം, ഇടയ്ക്ക് ഇദ്ദേഹം വരുന്നതാണ്, ഞാനും ഇടയ്ക്കുള്ളതാണ്. കുറേ നടന്മാർ, കുറേ പാട്ടുകാർ, കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ വീട്ടിൽ കാണും ഇപ്പോഴും. ഈ ആഴ്ചപ്പതിപ്പ് നേരത്തെ നമ്പൂരി സാർ പറഞ്ഞു, ആഴ്ചപ്പതിപ്പുകളുടെ വായന അല്ലെങ്കിൽ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ വായന ധാരാളം ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്ന നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട്. ഈ പാളയം അങ്ങനെ വന്നിരുന്നു. പാളയം നോവലാണ്, അത് എന്റെ നിർബന്ധം കൊണ്ട് എഴുതിയതാണ്. പാളയം എഴുതാൻ താല്പര്യമില്ലായിരുന്നു, ഞാൻ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹബന്ധം കൊണ്ട് എഴുതിയതാണ്. കാരണം അങ്ങനെ ഒരു ഇത് നോവലായതുകൊണ്ട്. അതെ. ഇപ്പൊ ന്യായവിധി അങ്ങനെയല്ലേ? ന്യായവിധിയും ആനുകാലികത്തിൽ വന്നതാണ്. ഇത് ജോസി വാഗമറ്റത്തിന്റെ ഒരു നോവലാണ്. നോബൽ എന്ന് പറയുന്ന കഥാപാത്രം വന്നത്. എനിക്ക് ശിബിരം ഇദ്ദേഹമാണ്. ശിബിരം ഇദ്ദേഹം തന്നെ എഴുതിയത്. ഇതിന്റെ തുടർച്ച പോലെ വന്നാണ്. അത് 2 നോവൽ മിക്സ് ചെയ്തിട്ട് അത് നിർബന്ധം കൊണ്ട് എഴുതലാണ്. കാരണം അങ്ങനെ ഒരു എഴുതാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊക്കെ പുറത്തുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഈ 80കളുടെ തുടക്കത്തിൽ കട്ട്കട്ട് പറഞ്ഞിട്ടൊരു മാസികയുണ്ടായിരുന്നു. അതിന്റെ പിന്നില് ഡെന്നിസും ഈരാളി ചേട്ടൻ, അതെ, ഈരാളിയുമാണ്. അശോകനും ഉണ്ടായിരുന്നു, ഗായത്രി അശോകനും.